ഒറ്റനോട്ടത്തിൽ ഒന്നും അത്ര ശുഭമല്ലെന്ന് തോന്നാവുന്ന ഒരു രാത്രി കൂടിയായിരുന്നു അത്. കൊട്ടിയടയ്ക്കപ്പെട്ട സത്രങ്ങളുടെ വാതിലുകൾക്ക് മുന്നിലൂടെ നിറവയറുമായി മറിയവും നെടുവീർപ്പോടെ യൗസേപ്പിതാവും നടന്നു. ഒരു കൈക്കുഞ്ഞിനെ പോലും ഭയന്ന ഹെറോദോസിന്റെ വാൾമുനയിൽ ആയിരങ്ങൾ അരിഞ്ഞു വീഴ്ത്തപ്പെട്ടു. ആ രാവിൽ തന്നെ നിസ്സഹായതയുടെ ഭാണ്ഡവും പേറി യൗസേപ്പും മറിയവും ഈജിപ്തിലേക്ക് പലായനം ചെയ്തു. പക്ഷേ ഇവയൊന്നും ഇങ്ങനെയല്ല വായിച്ചെടുക്കേണ്ടത്. എത്ര സത്രങ്ങളുടെ വാതിലുകൾ കൊട്ടിയടച്ചാലും, എത്ര സൈന്യത്തെ കൈനിറയെ ആയുധങ്ങളുമായി പറഞ്ഞയച്ചാലും ദൈവത്തിൻ്റെ ഇഷ്ടം ഈ ഭൂമിയിൽ നിറവേറ്റപ്പെടും എന്ന് നമ്മൾ ചൊല്ലുന്ന ആ പ്രാർത്ഥനയിൽ ഒരു വരി പോലും അതല്ലേ, അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. അങ്ങനെയെങ്കിൽ ക്രിസ്തുമസ് നമ്മെ പഠിപ്പിക്കുന്ന മനോഹരമായ പാഠങ്ങളിലൊന്ന് ഇതാണ്: നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റപ്പെടും. ദിശ തെറ്റി നിൽക്കുമ്പോൾ വഴി തെളിക്കാനായിട്ട് ഒരു താരകമെങ്കിലും തെളിയും. നിന്റെ ഇല്ലായ്മയുടെ പുൽക്കൂട്ടിലും രാജാക്കന്മാരെ അവിടുന്ന് വിരുന്നിനിരുത്തും. തോളിലെ ചിറകില്ലെങ്കിലും നിന്റെ സ്വപ്നങ്ങൾക്ക് ചിറക് പകരുന്ന മാലാഖമാര് വരിക തന്നെ ചെയ്യും.